2019 സെപ്റ്റംബർ 22 തിരൂർ ടൗൺ ഹാളിൽ വൈകുന്നേരം ഒരു 4 മണി മുതൽ ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാം ആരംഭിക്കും മുമ്പേ ആ പ്രോഗ്രാമിൻ്റെ ഒരു ആംബിയൻസ് മലബാറിലെ, മലപ്പുറത്തിനപ്പുറത്തെ കേരളത്തിലെ മലയാളികൾ ജീവിക്കുന്ന എല്ലായിടങ്ങളിലേക്ക് എത്തിയിരുന്നു. പലപ്പോഴും ആശയപരമായി വിഭിന്ന ചേരികളിൽ നിൽക്കുന്ന മുസ്ലിം സംഘടനാ പ്ലാറ്റ്ഫോമിലെ ആളുകളുടെ പള്ളികളിലൊക്കെ ഈ പരിപാടിയുടെ പ്രചാരണാർത്ഥം ചെന്നപ്പോൾ ആ ലഘുലേഖകൾ അവർ വാങ്ങുകയും ഇത് ഞങ്ങൾ വിതരണം ചെയ്തോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. 2019 സെപ്റ്റംബർ 22 തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ നിന്നായിരുന്നു ഡയലോഗ് പ്രോഗ്രാം സീരീസിൻ്റെ ആരംഭമുണ്ടായത്. മുസ്ലിം ലീഡേഴ്സും മുസ്ലിം സ്കോളേഴ്സും സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്ന ചളിവാരി എറിയലുകളും ആളില്ല പോസ്റ്റിലേക്കുള്ള ഗോളടിയും ശ്രദ്ധിച്ചിരുന്നില്ല. മുസ്ലിം ചെറുപ്പക്കാരിൽപ്പെട്ട ചിലരെയെങ്കിലും എക്സ് മുസ്ലിങ്ങളാക്കി മാറ്റുന്നതിൽ വിജയിച്ചവർ ആർമാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിസ്റ്റം യൂത്ത് ഒരു പുതിയ ഗെയിം ചേഞ്ചർ കൊണ്ടുവരികയായിരുന്നു. അതായിരുന്നു ഡയലോഗ് സീരീസ്. 10 ഡയലോഗുകൾ കഴിഞ്ഞു. 10 ഡയലോഗുകൾക്കിടയിൽ വളരെ ആഴമുള്ള വിഷയാവതരണങ്ങളും അതിശക്തമായ മറുപടികളും ഒക്കെ ഉണ്ടായി. എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു ഡയലോഗിന് പോലും മറുപടി പറയാൻ എക്സ് മുസ്ലിം ചേരിക്കോ യുക്തിവാദ നിരീശ്വരവാദ സംഘപരിവാര ശക്തികൾക്കോ യഥാർത്ഥത്തിൽ സാധിച്ചില്ല എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ രാത്രിയും 5ഉം 6ഉം 7ഉം 10ഉം ആളുകൾ നീണ്ട ലൈവ് ഷോകൾ, യൂട്യൂബ് കച്ചവടങ്ങൾ നടത്തുമ്പോഴും ഡയലോഗിലെ ഒരു പീസെങ്കിലും എടുത്തിട്ട് മറുപടി പറയാൻ കഴിയാത്ത വിധം അവർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇൻഷാ അല്ലാഹ് വിസ്റ്റം യൂത്ത് പുതിയ ഒരു മൂവ്മെൻറ്റുമായി വരുന്നത്. കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച അതിൻ്റെ ഓപ്പൺ ഡയലോഗ് സീരീസിൽ 2ാമത്തെ ഓപ്പൺ ഡയലോഗ്, ആളുകളുടെ കയ്യിൽ മൈക്ക് കൊടുത്ത് ചോദിക്കാൻ അവസരം കൊടുത്തുള്ള, സദസ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഡയലോഗ് സീരീസിന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ 2.0 നാദാപുരത്ത് ഈ ഞായറാഴ്ച, നാളെ വൈകുന്നേരം 4 മുതൽ രാത്രി 9-9:30 വരെ നീളുന്ന സെഷൻ നടക്കുകയാണ്. നിങ്ങളെയൊക്കെ ആ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.